3 ലെയറായിട്ടുള്ള ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ക്യാരറ്റ്, ബീട്രൂട്ട്, തേങ്ങ. ഇത് ചിരകി ഇതൊക്കെ ഗ്രേറ്റ് ചെയ്ത് വരാം. ഇത് തേങ്ങ ചിരകിയതാണ്. അതിൽ ആ കറുത്ത ഇത് ഉണ്ടാവരുത്. തേങ്ങൻ്റെ മേൽഭാഗം മാത്രം ചിരണ്ടിയെടുക്കുക. ഇതാ ഒരു ബീട്രൂട്ട് ചിരണ്ടിയതാണ്. ഇത് ഗ്രേറ്റ് ചെയ്യാനുള്ളതില്ലാന്നുണ്ടെങ്കിൽ കട്ടില്ലാതെ അരിഞ്ഞാലും മതി. ഇത് ക്യാരറ്റ്, ഇതും ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് ചൈന ഗ്രാസ് അരമണിക്കൂർ മുന്നേ ചുടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് 1 ലിറ്റർ പാല്. ഇത് ചുടുവെള്ളത്തിലിട്ട് വെച്ചാൽ വേഗം അലിഞ്ഞ് കിട്ടും. പാലിൽ നമ്മൾ അടിക്കാൻ നല്ല സുഖമായിട്ട് വേഗം ഈസി ആയിട്ട് അലിഞ്ഞ് കിട്ടും. ഇത് ഞാനൊന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സിയിൽ നല്ലോണം അരച്ച് എടുക്കാം. ഇത് 2 പാലും കാച്ചാൻ അടുപ്പത്തും വെക്കാൻ പോവുകയാണ്. നമ്മൾ 250 ചൈന ഗ്രാസ് വെള്ളത്തിലിട്ടത് മിക്സിയിൽ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 1 ലെയർ ഫുഡിങ്ങിനുള്ളതാണ്. പക്ഷേ കോൺഫ്ലവർ ഞാൻ ഈ ഒരു 3 ലെയറായ ഫുഡിങ് തന്നെ 2 ലെവലിൽ ഉണ്ടാക്കാനാണ് പോണത്. അതിന് കോൺഫ്ലവർ അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് എടുക്കുള്ളൂ. അപ്പോൾ അതോടെ ഇരിക്കട്ടെ. ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒന്നായിട്ടുള്ള സെക്ഷന് തുടങ്ങാൻ പോവാണ്. ആദ്യം 1 ലിറ്റർ പാല് ഇതിലേക്ക് ഒഴിക്കുക. ഈ പാലിലേക്ക് ഈ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുക. ഇത് 250 ഗ്രാം ചൈന ഗ്രാസാണ്. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര നമ്മൾ നമുക്ക് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കിലോ പഞ്ചസാര ഇടുന്നുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇത് നല്ലോണം ചൈന ഗ്രാസ് ഉരുകി വന്നിട്ടുണ്ട്. ഇത് ഞാൻ എളുപ്പം ഇങ്ങനെ എത്രയും പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ടാണ് ചൈന ഗ്രാസ് ചുടുവെള്ളത്തിലിട്ടത്. ഇപ്പോൾ ഇത് പാലും പഞ്ചസാരയും ചൈന ഗ്രാസും കൂടി ഉരുകി വന്നതാണ്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഇത് 3 ലെയർ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ മാറ്റി വെക്കുക. ഇനി ഓരോ ലെയർ ഉണ്ടാക്കാനും ഇത് 2 ഗ്ലാസ്സാണ്. ഇതിനൊരു പാത്രം ഉണ്ടായ 2 ഗ്ലാസ്. അത് നമുക്ക് ഓരോ ലെയറിന് 2 വിധം ഫുഡിങ്ങിനാണ്. അപ്പോൾ 2 കപ്പാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ഫസ്റ്റ് ലെയറിന് വേണ്ട ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഇതിൽ കിടന്ന് വെന്ത് വരട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റത്. ഇത് ഓരോ ലെയറായിട്ട് വേണം ചെയ്യാൻ. ഇത് വെന്ത് വരണം. ഇത് വെന്ത് വരുന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റത്തെ ലെയറിൽ 3 സെക്ഷനിലുള്ള ഫുഡിങ്ങിൽ ഫസ്റ്റത്തെ ലെയറിൽ ഇത് ഒഴിച്ചു കൊടുക്കും. രണ്ടാമത്തെ സെക്ഷനുള്ള ഫുഡിങ്ങൾക്ക് കോൺഫ്ലവർ കലക്കി ഒഴിച്ചിട്ട് വേണം രണ്ടാമത്തെ സെക്ഷനിക്ക് ഒഴിക്കാൻ. അപ്പോൾ ഏതായാലും ഇത് വേട്ടെ, ഇത് വരെ വെയിറ്റ് ചെയ്യും. ഇത് ബീട്രൂട്ട് ഇപ്പോൾ ഇതിൽ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മധുരം കുറച്ച് കുറവാണ്. ബീട്രൂട്ടൊക്കെ പിടിച്ചപ്പോൾ മധുരം കുറഞ്ഞിരിക്കണേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കിയിട്ട് പിന്നെ ഇളക്കിയിട്ട് വേണം ഇതിന് ഒരു സെക്ഷൻ എടുത്ത് പോയി വേറെ മാറ്റി വെക്കാണ്ട്. അപ്പോഴൊക്കെ നമ്മൾ കോൺഫ്ലവർ ടേബിൾ 2 ടേബിൾ സ്പൂണാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. ഇത് നല്ലോണം കലക്കിയിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ
ഫസ്റ്റ് ലെയറിനുള്ള സെക്ഷൻ ശരിയാക്കാം. ഇതിപ്പോൾ 2 ലെയറിനാണുള്ളത്. ഇത് ഞാൻ 2 ഫുഡിങ്ങും ഒപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലോണം ഇതുപോലെ ഇളക്കിയിട്ട് ഇതിനാണ് നമ്മൾ 2 കപ്പ് അളന്ന് വെച്ചത്. അപ്പോൾ ഇതിന് 2 കപ്പ് അളന്ന് വെച്ചതിന് 1 കപ്പ് നമ്മൾ എടുത്ത് മാറ്റുകയാണ്. ഈ ബാക്കിയുള്ള ഇത് ഫസ്റ്റ് ലെയറിനുള്ളത് ഒഴിച്ചു. രണ്ടാമത്തെ സെക്ഷനിക്ക് വേണ്ടതാണ് ഈ കോൺഫ്ലവർ കലക്കിയത് ഒഴിക്കുക. ജസ്റ്റ് ഒന്നുകൊണ്ട് തളിച്ചാൽ മതി. നമ്മൾ റെഡി ആയതാണ്. ഇത് വേഗം നിങ്ങൾക്ക് ഫുഡിങ് ആയി കിട്ടും. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് വെക്കാം. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് ആകാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകണം. കാരണം എന്ന് വെച്ചാൽ വേറെ കളറാണ് ഇനി മാറാൻ പോണത്. അപ്പോൾ പാത്രം കഴുകിയിട്ട് വേണം അടുത്തത് തുടങ്ങാൻ. അടുത്ത സെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് അതിൽ നിന്ന് മാറ്റി വെക്കുക. നിങ്ങൾ ഇനി ഏത് പാത്രത്തിലാണ് 2 സെക്ഷൻ ഇതേമാതിരി ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം പാൽ അളന്ന് നോക്കണം എത്ര ഇതിനുണ്ടെന്ന്. അതുപോലെ സെക്ഷൻ തിരിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് തേങ്ങൻ്റെ ഇട്ട് കൊടുക്കാം. അത് ഉടനെ നിർത്തണം. എന്നുവെച്ചാൽ തേങ്ങൻ്റെ എണ്ണ പുറത്തേക്ക് വന്നാൽ അത് ഫുഡിങ് നന്നാവില്ല. തേങ്ങ ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി, അധികം വേവാനൊന്നുമില്ല. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ 3 പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് ആദ്യത്തെ ലെയർ ഒഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ ലെയർ ഒഴിക്കുന്നത്. എന്നാൽ അത് ഒന്ന് സെറ്റാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ലെയറും കൂടി ഒന്നായിരിക്കും. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടു. ഇതിൽ നിന്ന് ഒരു സെക്ഷൻ ഉണ്ട് എടുത്ത് വെക്കുകയാണ്. ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ മറ്റേ സെക്ഷനിക്ക് കോൺഫ്ലവർ കലക്കി വയ്ക്കാം. കോൺഫ്ലവറിൻ്റെ വേഗം നിങ്ങൾക്ക് സെറ്റായി കിട്ടും. അതുപോലെ അത്ര പെട്ടെന്ന് മറ്റേത് സെറ്റാവില്ല. ഫ്രീസറിൽ വെച്ച് സെറ്റാക്കാനും പറ്റില്ല. തേങ്ങൻ്റെ ഇതിലേക്ക് കോൺഫ്ലവർ ഒഴിക്കുക. അത് നല്ലോണം ഇളക്കി കൊടുക്കുക. നിങ്ങൾ അളവ് എടുക്കണ പാത്രത്തിൽ പിന്നെ ഇതിലേക്ക് നീ മുക്കിക്കൊണ്ട് ഇരിക്കരുത്. അപ്പോഴൊക്കെ കഴുകി എടുക്കണം, അല്ലെങ്കിൽ കളറ് വ്യത്യാസം വരും. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. കോൺഫ്ലവർ ആയിട്ട് ഉറപ്പിച്ച ഇത് സെറ്റായി കഴിഞ്ഞു. അധികം സെറ്റായിട്ടില്ല, അതാ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങൻ്റെ സെറ്റ് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. കുറച്ചൊന്ന് ചൂടാറിയിക്കണ്. ഇനി ഇതിലേക്ക് വെല്ലനെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഒന്നാവാൻ പാടില്ല. ഇതങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് കയ്യിലൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ലെയർ കളറ് ഒന്നാവാതൊക്കെയുള്ളൂ. ഇങ്ങനെയാണ് ഒഴിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ലെയർ ആയിട്ട് കിട്ടും. ഇത് ഇനി ഒന്ന് ഉറച്ച് വരുമ്പോഴേക്കും നമുക്ക് ക്യാരറ്റിൻ്റെ ഇത് കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അടുത്ത ക്യാരറ്റിൻ്റെ സെക്ഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. തേങ്ങൻ്റെ മാതിരി പെട്ടെന്ന് വേവില്ല. ബീട്രൂട്ട് വെന്ത മാതിരി കുറച്ച് വേവുണ്ട്. അപ്പോൾ അത് വെന്തിട്ടേ ഇത് നമുക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. തേങ്ങൻ്റെ നമ്മൾ കൂടുതൽ വേവിച്ചാൽ അതിൽ നിന്ന് എണ്ണ പുറത്തേക്ക് വരും. അപ്പം ടേസ്റ്റ് വ്യത്യാസം വരും. ഫുഡിങ്ങിൽ എണ്ണൻ്റെ ടേസ്റ്റ് വരും. പിന്നെ ചൈന ഗ്രാസൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങനത്തെ വലിയ റോളാണ് കൊണ്ടുവരല്. അപ്പോൾ ഒരു വലിയൊരു പീസ് എടുത്തിട്ട് ഉണ്ടാക്കി നോക്കൂ. കുറവാണെന്ന് കണ്ടാൽ വേഗം കുറച്ച് എടുത്ത് ചുടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലടിച്ച് ഒഴിച്ച് കൊടുക്കാറാണ് ചെയ്യാറ്. അപ്പം അങ്ങനെയാണ്. ചിലത് എങ്ങനെ വെച്ചാൽ ചിലത് നല്ല തിക്കായ ഇത് വലിയ തിക്കില്ലാതെ ഉള്ളതാണ്. ചിലത് നല്ല തിക്കായതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരു പാക്കറ്റ് ഉണ്ടാക്കാൻ ഒരു ഇത്ര ഭാഗമൊക്കെ കട്ട് ചെയ്താൽ മതി.
ഒരു 200 ഗ്രാമൊക്കെ. പക്ഷേ തിക്കില്ലാത്തതാവുമ്പോൾ 200 ഗ്രാം കട്ട് ചെയ്താലും നിങ്ങൾക്കത് തികയില്ല. അപ്പോൾ അത് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് കണക്ക് പറയാൻ പറ്റില്ല. ആദ്യമൊക്കെ കിട്ടുന്നത് നല്ല തിക്കുള്ളതായതുകൊണ്ട് ശരിക്കും 200 ഗ്രാം കൊണ്ട് 1 ലിറ്റർ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. ഇപ്പോൾ ഞാനിത് രണ്ടാമത് തീക്ക് അടിച്ച് ചേർത്തു. കാരണം വെച്ചാൽ ഇത് തീരെ തിക്കില്ലാത്തതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് തിക്കില്ലാച്ച കോൺഫ്ലവറിൻ്റെ ഇതിന് നിങ്ങൾക്ക് കുഴപ്പം വരില്ല. പക്ഷെ മറ്റേ പുഡിങ് സെറ്റാവാൻ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. പിന്നെ പുഡിങ് സെറ്റാക്കാൻ ഫ്രീസറിൽ വെക്കരുത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാനായതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്താ ചെയ്യുക വെച്ചാൽ 3 സെക്ഷൻ ഉണ്ടാക്കി ഒന്ന് ഫാനിൻ്റെ ചോട്ട് വെക്കും. ആദ്യത്തെ സെക്ഷൻ ഒഴിച്ചതിൻ്റെ ശേഷം രണ്ടും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും. അല്ലെങ്കിൽ അതിൻ്റെ മേലെ പായ് കെട്ടി വരും. അപ്പോൾ ഇളക്കി കൊടുത്ത് നിന്നിട്ട് പാത്രത്തിൽ ഒഴിച്ച് സെറ്റുമ്പോൾ നമ്മൾ തൊട്ടാൽ കൈമ ഒട്ടാത്ത പരുവത്തിലാവുമ്പോഴാണ് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ 3 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ ഇത്ര ഒന്നും പണിയില്ല. ഇനി ഇതിങ്ങനെ കണ്ടാൽ നല്ല പ്രയാസമുണ്ട് ഉണ്ടാക്കാനെന്ന് വിചാരിച്ച് ഉണ്ടാക്കാതെ നിൽക്കണ്ട, ശ്രമിച്ച് നോക്കുക. ഇത് വലിയ പ്രയാസമൊന്നുമില്ല. 3 അടുപ്പത്തുകൊണ്ട് വെച്ച് വേവിച്ചാൽ മതി. എന്നിട്ടിൻ്റെ ശേഷം ഓരോന്ന് ഫാനിൻ്റെ ചോട്ട് കൊണ്ടുവന്ന് വെക്കുക. ഓരോന്ന് സെക്ഷന് അനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുക്കാത്തത് ഇരുന്നിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ മേലെ പാവ് കെട്ടി കൊടുക്കും. വേഗം ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ അതിൽ മിൽക്ക് മെയ്ഡ് ഇതൊന്നും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർക്കുക. അതിന് അത് വെച്ചിട്ട് കുഴപ്പമില്ല. ഇല്ലാച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ സമയം വേവിക്കാൻ പ്രയാസമാണെന്നുണ്ടെച്ചെങ്കിൽ ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് വേവിച്ച് തീക്കിട്ട് കൊടുത്താൽ മതി. അതിലേറെ നന്നാവുക ഇങ്ങനെ വേവിക്കേണ്ടതിനായിരിക്കും. ഇതിലാവുമ്പോൾ വെന്തിൻ്റെ ശേഷം പറ്റുള്ളൂ. ഇപ്പോൾ വെന്തിട്ടില്ല, ഒന്നും കൂടി വെന്ത് വരണം. വെന്ത് വന്നതിൻ്റെ ശേഷം ഇത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോഴേക്ക് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലേക്കുള്ള കോൺഫ്ലവർ ഇവിടെ റെഡിയാക്കി അത് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കുക. ഇതിൽ നിന്ന് ആദ്യത്തെ പോലെ തന്നെ 1 കപ്പ് ഇതാക്കി കൊടുക്കണം. ഇത് എടുക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ ചെരിച്ചെടുക്കുക. ഇതിൻ്റെ അടിയിലെ കഷ്ണങ്ങളും അതിലേക്ക് പോരാനുള്ളതാണ്. തേങ്ങ എടുക്കണ മാതിരിയല്ല, തേങ്ങ മേലെ നിൽക്കും. ഇതിങ്ങനെ ഇളക്കിയതിൻ്റെ ശേഷം വേണം നിങ്ങളെ അളവ് കോരാൻ. ഇല്ലാന്നുണ്ടെച്ചെങ്കിൽ 2 സെക്ഷനായിട്ട് വേറെ ഉണ്ടാക്കിയാലും മതി. ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 2 സെക്ഷൻ പുഡിങ്ങിൻ്റെതും റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഫാനിൻ്റെ ചോട്ട് ഇരിക്കുന്നുണ്ട്, അവിടെ നമ്മൾ പോയി നോക്കട്ടെ. അതിക്ക് ഒഴിക്കാനയക്കണമെങ്കിൽ ഇത് ഒഴിച്ച് കൊടുക്കാം. നമ്മളെ തേങ്ങേൻ്റെ മേലെതാ തൊട്ടപ്പോൾ വല്ലാതെ ഒട്ടണില്ല, അയച്ചിട്ട് ഉറച്ചിട്ടില്ല. ഇങ്ങനെ ആകുന്ന സമയത്ത് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കയ്യിൽ വെച്ചിട്ട് കയ്യിലേക്ക് കൂടി വേണം ഒഴിച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ 2 ഫുഡിങ്ങും കൂടി ഒരേപോലെ വരും. അത് വരാതെക്കാനാണ് ഇങ്ങനെ ചെയ്യണത്. നേരിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കത് ശരിയാവായില്ല. കളറായിട്ടൊന്നും കാണൂല. ഒന്നായിട്ട് ഒരു സെക്ഷൻ പോലെ വെക്കും. 3 ലെയറായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് കോൺഫ്ലവർ കലക്കി വെച്ചതുകൊണ്ടാണ് ഇതിപ്പോൾ നമുക്ക് 3 സെറ്റും അങ്ങനെ ആക്കാൻ പറ്റിയത്. ഇതിൻ്റെ മുന്നേ നമ്മൾ ക്യാരറ്റിൻ്റെ നേരക്കുള്ളത് നേരിട്ട് ഒഴിച്ച് കൊടുത്തതാണ്, കോൺഫ്ലവർ ഇല്ലാത്തത്. അത് ഇപ്പോഴും സെറ്റായിട്ടില്ല. അടുത്തത് ഒഴിക്കാനാവണേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വേഗമാവും. ഇത് സെറ്റായി വരാൻ ഇനിയും കുറച്ചും കൂടി സമയം എടുക്കും. ഇതിപ്പോൾ നമ്മൾക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതങ്ങനെ ഒഴിച്ച് കൊടുക്കണം. ഇത് അതിൻ്റെ മാതിരി അത്രക്കും ഇതായി നിൽക്കില്ല, കുറച്ചൊക്കെ വ്യത്യാസം വരും. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. മറ്റേത് ലെയർ നിങ്ങൾക്ക് വേറെ തന്നെ കാണിക്കാം.
ഇത് ഒറ്റ ലെയറായിട്ട് നിൽക്കുന്നതാണ്. അത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ക്യാരറ്റിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊന്ന് ചൂടാറി വരട്ടെ. ഇത് കോൺഫ്ലവർ ഇല്ലാത്ത ലെയർ ഫുഡിങ് ഇതാണ്. ഇതിപ്പോൾ ഒട്ടൽ നിന്ന് ഇതിൻ്റെ മേലെ ഇത് ഒഴിച്ചു കൊടുക്കുക. നേരിട്ട് ഒഴിക്കരുത്. എന്തെങ്കിലും കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ടാണ് ഒഴിക്കാൻ. ഇതിങ്ങനെ ഒഴിച്ച് വെക്കുക. ഇത് ഫ്രീസറിൽ വെച്ച് കട്ടാക്കരുത്. ഫ്രിഡ്ജിലാണ് വെക്കാനുള്ളത്. ഇതിങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ കോൺഫ്ലവറിൻ്റെ നോക്കി ഇത് എത്ര പെട്ടെന്നാണ് സെറ്റായത്. അതേമാതിരി സെറ്റാവും. ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം മുറിച്ച് കാണിച്ചു തരാം. കോൺഫ്ലവർ ഒഴിച്ചുള്ള 3 ലെയർ പുഡിംഗ് ആണ്. അത് കട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ 3 ലെയറായിട്ട് എടുക്കാൻ പറ്റും. ഇത് നമ്മൾ പിന്നെ ചൈന ഗ്രാസ് മാത്രം ഇട്ട് ഉറപ്പിച്ച പുഡിങ്ങാണ്. ഇതാ 3 ലെയർ. ഇതിങ്ങനെ ഒട്ടിയിട്ടുണ്ടാവുള്ളൂ. ഇതിങ്ങനെ വേറെടുത്താൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ തേങ്ങൻ്റെ ഇത് കുറച്ച് കുറവായിട്ടാണ്. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വേറിട്ട് പോരും. നമ്മൾ ക്യാരറ്റിൻ്റെ ഇത് കുറവാണ്. അതുകൊണ്ടാണ് ഇത് പോരാൻ പ്രയാസത. കുറച്ചും കൂടി കട്ടി വേണം. ഇതിപ്പോൾ തീരെ കട്ടില്ലാത്തതുകൊണ്ടാണ് പോരാൻ പ്രയാസമായത്. ഇതേമാതിരി തന്നെ കിട്ടും. ഇത് ഒറ്റ ലെയറിലേ നിൽക്കുള്ളൂ. ഇത് എന്തായാലും വേറെടുക്കാൻ പറ്റില്ല. ഇതിങ്ങനെ കുറച്ചും കൂടി കട്ടിയിൽ വെച്ചാൽ ഒരു ഫുഡിങ്ങനെ മുറിച്ചുമ്പോൾ 3 ആക്കി കൊടുക്കാൻ പറ്റും. അത് അപ്പോൾ കട്ടിയിൽ ഒഴിക്കണം. ഇത് കട്ടി കുറഞ്ഞിട്ടാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.